കർക്കിടകവാവിന് അമ്മ ബലിയിടാറുള്ളത് പണ്ട് തറവാടിയിരുന്ന സ്ഥലത്താണ്. എൻ്റെ വെല്ലിച്ചൻ, അതായത് അമ്മയുടെ അച്ഛൻ മരിക്കുന്നത് ഞാൻ 3-ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. അച്ചാച്ചൻ മരിക്കുന്നത് ഞാൻ 6-ാം ക്ലാസ് പഠിക്കുമ്പോഴും പിന്നെ അമ്മമ്മ മരിച്ചത് 2020-ലും. അച്ഛൻ അച്ചാച്ചന് വേണ്ടി ബലിയിടുന്നത് മരിച്ച ദിവസത്തിലാണ്. പക്ഷെ അമ്മയും മറ്റു മാമന്മാരും ഒക്കെ ബലിയിടുന്നത് ഈ കർക്കിടകവാവിനാണ്. നമ്മുടെ ആൻസിസ്റ്റേഴ്സിനൊക്കെ മോക്ഷം കിട്ടാനാണ് ഈ ബലിയിടുന്നത്. ഈ ബലിയിടുന്നവർ തലേ ദിവസം ഒരിക്കലെടുക്കണം, അതായത് ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കണം. ചക്ക, തേങ്ങ, എള്ള്, ചന്ദനം ഇതൊക്കെ ഒരിലയിൽ വയ്ക്കും. പിന്നെ ചോറും തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് വേറൊരു ഇലയിൽ വയ്ക്കും. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ഇലകൾ ഉണ്ടാക്കുക. അങ്ങനെ ബലിയിടുന്നവരൊക്കെ അവരുടെ പ്രിപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആൻറ്റി വന്നിട്ട് എൻ്റെ അടുത്ത് എൻ്റെ കസിൻ്റെ അടുത്തും പറഞ്ഞു, ദോശ ഉണ്ടാക്കിക്കോ നിങ്ങൾ എന്ന്. ഓൾറെഡി ഇഡ്ഡലി ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളുടേത് ദോശ പാളിപ്പോയി. അപ്പം ഞങ്ങൾ വിചാരിച്ചു വേണ്ട, ഈ പരിപാടി വേണ്ട, ഇഡ്ഡലി തന്നെ വയ്ക്കാം. ഈ ബലിയിടുന്നതിൻ്റെ പിന്നിൽ വേറെയും കുറേ റൂൾസൊക്കെ ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ, ആണുങ്ങൾ ഒരു ഡയറക്ഷനിലായിരിക്കും ബലിയിടുക, പെണ്ണുങ്ങൾ ആ ഡയറക്ഷനിലായിരിക്കില്ല, വേറെ ഡയറക്ഷനിലേക്കായിരിക്കും ബലിയിടുക. ഇത് കണ്ടോ, ഇത് അമ്മ ഇടുന്നത് ഈ ഡയറക്ഷനിലും മാമന്മാരിടുന്നത് വേറെ ഡയറക്ഷനിലും ആയിരുന്നു. അമ്മയും ആൻറ്റിയും ഈ തറയിലാണ് ഇട്ടിട്ടുള്ളത്, അതേസമയം മാമൻ ഇട്ടിരിക്കുന്നത് ആ പുല്ലിൻ്റെ മേലെയായിരുന്നു. കറുക എന്ന് പറയുന്ന സംഭവമാണത്. ബലി ഇട്ട് കഴിഞ്ഞാൽ കാക്ക കൊത്തണം എന്നാണല്ലോ. സോ അതൊക്കെ കഴിഞ്ഞ് ഇവരൊക്കെ കുളിച്ച് കഴിഞ്ഞ് ഇതൊരു പ്രസാദം പോലെ നമ്മൾ കഴിക്കും. നമുക്കായിട്ട് സെപ്പറേറ്റ് ഈ കുറച്ച് ചോറും തേങ്ങ ഇട്ടിട്ടും കഴിക്കും. ഇത് ചുമ്മാ കഴിക്കേണ്ട ഒരു സംഭവമാണ്, പക്ഷെ ഞാനിത് അച്ചാറും കൂട്ടിയിട്ട് കഴിച്ചു എന്നേ ഉള്ളൂ. ഇന്ന് നേരത്തെ എണീറ്റത് കൊണ്ട് തന്നെ ഞങ്ങളൊക്കെ നല്ല ഉറക്കപ്പിച്ചിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് മാമൻ അവിടുത്തെ ഒരു രമ്യ ബേക്കറി ഉണ്ട്, അവിടുന്ന് ഈ കിണ്ണത്തപ്പം കൊണ്ടുവരുന്നത്. ഭയങ്കര ഫേമസ് ആണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കിണ്ണത്തപ്പം. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഉപ്പുള്ള എന്തെങ്കിലും വേണമല്ലോ എന്ന് വെച്ചിട്ട് ആ കൊള്ളി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പിന്നെയും ഞങ്ങളിങ്ങനെ കിടക്കാം, കുറച്ച് ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് ഇങ്ങനെ ആൻറ്റി വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയും ഈ സംഭവമായി ആ സംഭവമായി. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ പോകണമല്ലോ ടേസ്റ്റ് നോക്കാനായിട്ട്. അങ്ങനെ വെജ് ബിരിയാണി ആയിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് പൊതുവേ ഇതിൽ ഫ്രൂട്ട്സ് ഒന്നും ഇടുന്ന പരിപാടി വലിയ ഇഷ്ടമല്ല, പക്ഷേ ഇതിൽ ഈവൻ ദോ ഈ ഫ്രൂട്ട്സ് പഴവും പൊമഗ്രാനൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഒരു സ്വീറ്റ് ടേസ്റ്റ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. കുറേ റൈസ് ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചെടുത്ത് എൻ്റെ കസിൻ്റെ ഇലയിലേക്ക് തട്ടി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോൾ വിചാരിച്ചു എന്നാൽ നെയിൽ പോളിഷ് ഇട്ടേക്കാന്ന്. കാരണം എന്നെ അറിയുന്നവർക്കറിയാം എൻ്റെ നെയിൽ പോളിഷ് ഇടലീസിലേക്ക് വെരി വെരി ശോകം. ഇവളാണെങ്കിൽ നല്ല വൃത്തിക്കിട്ട് തരും. സോ അങ്ങനെ നെയിൽ പോളിഷൊക്കെ ഇട്ടു ഞങ്ങൾ. ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. ബൈ ബൈ.